ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്ന് നമ്മളൊരു ഗോതമ്പ് ഹൽവയാണ് കേട്ടോ ചെയ്യുന്നത്. സിമ്പിളായിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഹൽവയുടെ റെസിപ്പിയാണിത്. അരക്കപ്പ് ഗോതമ്പ് പൊടി വെച്ചിട്ടാണ് ഇത് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതിലേക്ക് നെയ്യൊന്നും ചേർത്തിട്ടില്ല. അപ്പോൾ നമുക്ക് എങ്ങനെയാണിത് തയ്യാറാക്കുക എന്നുള്ളതൊന്ന് നോക്കാം. അപ്പോൾ ആദ്യം നമുക്കിതിലേക്ക് വേണ്ട പഞ്ചസാര ഒന്ന് ഉരുക്കിയെടുക്കാം. അപ്പോൾ നമ്മളിവിടെ അരക്കപ്പ് പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത്. അതൊരു പാനിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി പഞ്ചസാരയിലേക്ക് 1.5 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം. ഒരുപാട് നേരം തിളപ്പിച്ചെടുക്കൊന്നും വേണ്ട, നമുക്ക് ആ പഞ്ചസാര ഒന്ന് ഉരുക്കി കിട്ടിയാൽ മതി. ഇപ്പോൾ വെള്ളം തിളച്ച് പഞ്ചസാരയൊക്കെ ഇവിടെ മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇത് മാറ്റി വെച്ചിട്ട് നമുക്ക് മറ്റൊരു പാന് അടുപ്പത്ത് വെച്ച് കൊടുക്കാം. അപ്പോൾ അത്യാവശ്യം ചൂട് കട്ടിയുള്ള ഒരു പാനാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് നമുക്കൊരു 1/2 കപ്പ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഹൽവ തയ്യാറാക്കുന്നത് വെളിച്ചെണ്ണയിലാണ് കേട്ടോ. ഇനി നിങ്ങൾക്ക് നെയ്യ് വേണമെന്നുണ്ടെങ്കിൽ 1/2 കപ്പ് നെയ്യ് ഒഴിച്ചു കൊടുത്താൽ മതി. ഇപ്പോൾ നമ്മൾ ഒഴിച്ചു കൊടുത്ത വെളിച്ചെണ്ണ ഇവിടെ ചൂടായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് 1/2 കപ്പ് ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഈ എണ്ണയിൽ കിടന്ന് നന്നായിട്ട് മൂത്ത ഗോതമ്പ് പൊടിയുടെ പച്ച സ്മെല്ലൊക്കെ ഒന്ന് പോയിട്ട് നല്ലൊരു ബ്രൗൺ കളറായിട്ട് വരണം. ഇപ്പോൾ നമ്മുടെ ഗോതമ്പ് പൊടി മൂത്ത് വരുന്നതിൻ്റെ നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ചെറുതായിട്ടൊന്ന് കളറൊക്കെ മാറി തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ കുറച്ച് നേരം കൂടെ ഒന്ന് വെയിറ്റ് ചെയ്യണം, കുറച്ച് നേരം കൂടെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ ഗോതമ്പ് പൊടിയൊക്കെ നന്നായിട്ട് മൂത്ത് ഇതുപോലെ കളറായി വന്നിട്ടുണ്ട്. ഇത്രയും മതി കേട്ടോ. ഈ ഒരു കളറാവുന്ന സമയത്ത് നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ ഉരുക്കി വെച്ചിട്ടുണ്ട് ആ പഞ്ചസാര വെള്ളം ഒഴിച്ചു കൊടുക്കാം. തീ കുറച്ച് വെച്ചിട്ട് വേണം നമ്മൾ ഈ വെള്ളം ഒഴിച്ചു കൊടുക്കാൻ. എന്നിട്ട് ഇതുപോലെ ഇളക്കി കൊടുക്കുക. അപ്പോൾ ആദ്യം കുറച്ച് ഒഴിച്ചു കൊടുത്ത് ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം പിന്നെ ഞാൻ ബാക്കിയുള്ളതും കൂടെ മുഴുവനായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടിത് ഇളക്കി കുറുക്കിയെടുക്കണം. ഇതിലേക്കൊരു 1/2 ടീസ്പൂണ് ഏലക്കാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ആ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു നുള്ളു ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഇതിലുള്ള വെള്ളമൊക്കെ ഏകദേശം വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്നും കൂടെ നന്നായിട്ട് വറ്റിച്ചെടുക്കുന്ന സമയത്ത് ഇതിൽ നമ്മൾ നേരത്തെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്ന എണ്ണയൊക്കെ തെളിഞ്ഞ് വരും. ആ ഒരു സമയം വരെ നമുക്ക് ഇതുപോലെ തന്നെ ഇളക്കിക്കൊണ്ടിരിക്കണം. ഇപ്പോൾ പാനിൽ നിന്നൊക്കെ വിട്ടതായി ഇതുപോലെ എണ്ണയൊക്കെ തെളിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞതാ ഇതുപോലെ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. ഇനി നമുക്കിത് ചൂടോട് കൂടി തന്നെ സെറ്റ് ചെയ്യാനുള്ള പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ ഞാനിതുപോലൊരു കേക്ക് ടിന്നാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അതിൽ ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തിട്ട് പിന്നെ കുറച്ച് വെള്ള എള്ളും കൂടെ അടിയിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഹൽവ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതുപോലൊരു സ്പൂൺ വെച്ചിട്ട് ഒന്ന് ലെവൽ ചെയ്ത് കൊടുത്ത് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഓവറായിട്ടുള്ള ഓയിലൊക്കെ മുകളിലേക്ക് പൊങ്ങി വരും. അപ്പോൾ നമുക്കത് കോരി ഒഴിവാക്കാം കേട്ടോ. ഒരുപാട് ഓയിലിൻ്റെ ആവശ്യമില്ല. ഇനി ഇത് നന്നായിട്ടൊന്ന് ചൂടാറി വരട്ടെ. അപ്പോഴേക്കും ഇത് നന്നായിട്ട് സെറ്റായിട്ടുണ്ടാവും. ഇപ്പോൾ നമ്മുടെ ഹൽവ നന്നായിട്ട് ചൂടാറിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ ഗോതമ്പ് ഹൽവ ഇവിടെ നന്നായിട്ട് സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാവർക്കും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഹൽവയുടെ റെസിപ്പിയാണിത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ചെയ്യുക. പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇനി മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്